ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി എനിക്ക് എൻ്റെ മേമ ഉണ്ടാക്കി തന്നിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഏകദേശം ഒരു 90% ആ ഒരു റെസിപ്പിയാണ് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് എൻ്റേതായിട്ടുള്ള കുറച്ച് മാറ്റങ്ങളും വരുത്തിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ റെസിപ്പി വെച്ചിട്ട് മന്തി ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ ഫോർക്ക് ഉപയോഗിച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുക. ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബിരിയാണിക്കൊക്കെ കട്ട് ചെയ്യുന്ന ആ ഒരു സൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനുശേഷം നന്നായിട്ട് ഫോർക്ക് ഉപയോഗിച്ചെല്ലാം കുത്തിയതിന് ശേഷം ഇനി നമുക്കത് മസാല തേക്കണം. അപ്പോൾ മസാലയ്ക്കായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് പൊടി, ജീരകത്തിൻ്റെ പൊടി, ജീരകം എന്ന് പറഞ്ഞാൽ ചെറിയ ജീരകമാണ്, കുറച്ച് ഗരം മസാല, കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ, കുറച്ച് ചെറുനാരങ്ങ നീര് അല്ലെങ്കിൽ വിനെഗർ. ഇത്രയാണ് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ ആദ്യം ഞാൻ ഇഞ്ചി, വെളുത്തുള്ളിയും പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് കുരുമുളകും ജീരകവും കൂടി ക്രഷ് ചെയ്തതുണ്ടായിരുന്നു. അപ്പോൾ അതും എല്ലാം കൂടി ഇട്ടിട്ട് ഒന്നും കൂടി അരച്ചെടുത്തു അതിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സെപ്പറേറ്റ് ആണ് ഉള്ളതെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. ഓൾറെഡി എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ അത് ക്രഷ് ചെയ്ത കാരണം ഞാൻ ഒന്നുകൂടി ഒന്ന് പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇഞ്ചി വെളുത്തുള്ളിയുടെ കൂടെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തത്. പിന്നെ അതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ടിട്ടുണ്ട്, കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇതൊന്നും അധികം ഇടരുത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് ചെറുനാരങ്ങയുടെ നീര്, പിന്നെ അതിലേക്ക് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു റെസിപ്പി എൻ്റെ മേമയുടെ റെസിപ്പിയാണ്. അപ്പോൾ മേമ ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ കഴിച്ച കാരണം എനിക്ക് ആ ഒരു റെസിപ്പി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു റെസിപ്പി വെച്ചിട്ട് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് ചിക്കനിൽ മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് മസാല തേച്ചിട്ട് ഏകദേശം ഒരു 3-4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴാണ് നമുക്കിത് നന്നായിട്ട് ആ മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല രീതിയിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് ഏകദേശം ഒരു 3 മണിക്കൂർ വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള റൈസ് എടുക്കുകയാണ്. ഈ ഒരു ചെറിയ ഗ്ലാസ്സാണ്, അതിലൊരു 3 ഗ്ലാസ്സോളം ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെക്കണം. ഏകദേശം ഒരു അരമണിക്കൂർ ഞാൻ വെള്ളത്തിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഇത് വെള്ളത്തിലിട്ട് വെക്കാം. അപ്പോൾ ഞാൻ ഈ മന്തി ഉണ്ടാക്കുന്നത് സൺഡേ ആണ് കേട്ടോ. അല്ലെങ്കിലും ഇങ്ങനെയുള്ള കൂടുതൽ ബിരിയാണികളൊക്കെ ഉണ്ടാക്കുന്നത് മിക്കവാറും സൺഡേസിലായിരിക്കും. അപ്പോൾ പിന്നെ എന്തെങ്കിലും ഹെൽപ്പിനും ഏട്ടനും കൂടെ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് കൂടുതൽ സൺഡേസിൽ ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് കൂടുതൽ ടൈമും കാര്യങ്ങളൊക്കെ എടുത്ത് ചെയ്യേണ്ടതൊന്നല്ലേ. അപ്പോൾ ഇത് ഏകദേശം ഒരു അരമണിക്കൂറിന് ശേഷം ഞാനിത് അരിയിലെ വെള്ളമൊക്കെ കളഞ്ഞ് വെള്ളം പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സമയത്തേക്ക് നമുക്ക് ചിക്കൻ എന്തായാലും മസാല തേച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ അരി ഇതേ വെള്ളമൊക്കെ പോകാനായിട്ട് വെച്ചിട്ടുണ്ട്. അരി വേവിച്ചെടുക്കണം. അപ്പോൾ ഈ അരി കുറച്ചുകൂടെ കഴിഞ്ഞ് വേവിച്ചെടുക്കാമെന്ന് കരുതി. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് മയണൈസും പിന്നെ മന്തിയുടെ ചമ്മന്തി, പുതിന ചമ്മന്തിയും അതുപോലെ തക്കാളി ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാൻ മുട്ട പുഴുങ്ങിയിട്ടാണ് മയണൈസ് ഉണ്ടാക്കുന്നത്. 3 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ആ ഒരു സമയം കൊണ്ട് അരി വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അരി വേവിച്ചെടുക്കാനുള്ള വെള്ളമൊക്കെ വെച്ചു. ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യാനുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഇട്ടിട്ടുള്ളത് ഉണങ്ങിയ നാരങ്ങ. അത് ഞാൻ നാട്ടിൽ പോയി വരുമ്പോൾ കൊടുന്നതാണ്. കാരണം ഇവിടെ നമുക്ക് ഗോവയിൽ മന്തി, നമ്മുടെ അറിവിലൊന്നും മന്തി കിട്ടുന്ന ഒരു സ്ഥലം കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു ഉണക്ക നാരങ്ങ കണ്ടിട്ടില്ല. പിന്നെ ഓൺലൈനായിട്ട് നോക്കിയപ്പോഴും അങ്ങനെ കണ്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടേക്ക് ഡെലിവറി ആയിട്ടുള്ളതൊന്നും കണ്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നാട്ടിൽ പോയി വരുമ്പോൾ പിന്നെ കൊടുന്നത്. അപ്പോൾ വെള്ളത്തിലേക്ക് ഞാൻ സ്പൈസസിൻ്റെ കൂടെ 2 മുളകും പച്ചമുളകും ഇട്ടിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ നന്നായി തിളച്ചു. അതിലേക്ക് ഞാൻ ഉപ്പും പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അരി ഇട്ടു. പിന്നെ വേവാനായിട്ട് അധികം സമയമൊന്നും വേണ്ട. പിന്നെ കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കറക്റ്റ് മന്തി ഒന്നും കിട്ടില്ല. അപ്പോൾ കറക്റ്റ് വെന്തോന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയി ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു.
ഇനി നമുക്ക് മന്തിയിലേക്ക് ചെറിയൊരു മസാല കൂടി തയ്യാറാക്കണം. അപ്പം അതിലേക്ക് ഞാൻ ഒരു വലിയ സവാള, പിന്നെ തക്കാളി, ഒരു ക്യാപ്സിക്കം, ഇത് 3 എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ആവശ്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് നന്നായിട്ട് നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കി വേണം ഇത് അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ അരിയൊക്കെ ആവശ്യത്തിനുള്ള വേവായിട്ടുണ്ട്. ഇനി നമുക്കത് ദം ചെയ്തെടുക്കുമ്പോൾ ബാക്കി കൂടെ വെന്തോളും. അപ്പോൾ ഇനി ഈ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം 3 മണിക്കൂറോളമായി. അത് നമ്മൾ എയർ ഫ്രയറിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഏട്ടൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ 2 സെറ്റായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത്. പിന്നെ ഈ മസാലയിൽ ഓൾറെഡി ഓയിൽ ഒഴിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്കിനി ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഞാൻ ചിക്കൻ സെപ്പറേറ്റ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഏകദേശം ഒരു 180 ഡിഗ്രിയിൽ 20 മിനിറ്റോളം നമ്മൾ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഒരു 5 മിനിറ്റ് കൂടെ 200 ഡിഗ്രിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഞാൻ പറഞ്ഞത് മേമയുടെ റെസിപ്പിയാണെന്ന്, പക്ഷെ ഞാൻ മാറ്റം വരുത്തിയത് ചിക്കൻ സെപ്പറേറ്റ് ആയിട്ട് വറുത്തെടുക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ മേമ എന്താ ചെയ്തതെന്ന് കൂടെ ഞാൻ പറഞ്ഞുതരാം. ചിക്കനിലേക്ക് നേരത്തെ പറഞ്ഞ മസാലയൊക്കെ ഇട്ട് ചിക്കൻ വെച്ചതിന് ശേഷം അതിൻ്റെ കൂടെ തക്കാളിയും ക്യാപ്സിക്കം, പിന്നെ വലിയ സവാള, മല്ലിയില, പുതിനയില, ഈ മസാല, പിന്നെ അതുപോലെ മാഗി ക്യൂബ്, അത് ഞാൻ പിന്നീടാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എല്ലാ മസാലയും കൂടി ഒരുമിച്ചിട്ടിട്ട് ചിക്കനിൽ തേച്ച് പിടിപ്പിച്ച് ആ ചിക്കൻ വേവിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് 2 സൈഡും മറിച്ചിട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇവിടെയും ഞാനിപ്പോൾ അതേ നമ്മൾ ഒരു സൈഡ് വെന്തതിന് ശേഷം മറിച്ചിടുകയാണ്. എന്നിട്ട് വീണ്ടും ഇത് ബാക്കി മറ്റേ സൈഡ് വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ മസാല വേറെ ഞാൻ തയ്യാറാക്കി എടുക്കുകയാണ്. അപ്പോൾ അത് 2 സെക്ഷനായിട്ട് ചെയ്യുന്നതിന് പകരം മേം അത് എല്ലാം കൂടി ഒറ്റ സ്റ്റെപ്പിൽ ചെയ്തു. അപ്പോൾ അതൊന്നുകൂടി എളുപ്പമായിരിക്കും എന്ന് തോന്നി. അവിടെ തക്കാളി, ക്യാപ്സിക്കം, ഉള്ളി എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കൂടാതെ മല്ലിയിലയും പുതിനയിലയും നല്ല ചെറുതായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മയണൈസ് ഉണ്ടാക്കാനായിട്ടുള്ള എഗ്ഗ് ഞാൻ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആയിട്ടുണ്ട്. ഇനി ഈ എഗ്ഗിൻ്റെ തോലൊക്കെ കളഞ്ഞ് അതിൻ്റെ വൈറ്റ് മാത്രമാണ് എടുക്കുന്നത്. മുട്ടയുടെ മഞ്ഞയൊക്കെ കളഞ്ഞിട്ട് ഞാൻ വൈറ്റ് മാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ്, പിന്നെ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് 2-3 വെളുത്തുള്ളി, പിന്നെ കുറച്ച് വിനെഗർ, കുറച്ച് പഞ്ചസാര, ഇത്രയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അത് നമുക്ക് നല്ല തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ലൂസാക്കി എടുക്കാം. അപ്പോൾ ഇത് ഏകദേശം കറക്റ്റായിട്ടുള്ള ഒരു ഫോമിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഗ്രീൻ ചട്നി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് മല്ലിയില, പുതിനയിലയും ഒരുപോലെ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 2 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം എരിവൊക്കെ ഉള്ളത് തന്നെയാണ്. പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി, 2 വെളുത്തുള്ളി, പിന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് വിനെഗർ, പിന്നെ ആവശ്യത്തിനുള്ള കൂടുതൽ വെള്ളം ഒഴിക്കരുത്. അപ്പോൾ കുറച്ച് വെള്ളം അത്രയും ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക.
അപ്പോൾ ഗ്രീൻ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് റെഡ് ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തക്കാളി, പിന്നെ സവാള, പച്ചമുളക്, ഉപ്പ്, ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വിനാഗർ, കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. ഇനി നേരത്തെ ചെറുതായി അരിഞ്ഞു വെച്ച സവാള, തക്കാളി, ക്യാപ്സിക്കം, പിന്നെ കുറച്ച് മല്ലിയില, പുതിനയില എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് 2 മാഗി ക്യൂബും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ വീണ്ടും കുറച്ച് കുരുമുളകും ജീരകവും കൂടി പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ആ ജീരകത്തിൻ്റെ ഒരു ഫ്ലേവറാണ് കൂടുതലായിട്ട് കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഇട്ട് കൊടുത്തത്. പിന്നെ ഉപ്പ്, കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് മസാലയ്ക്കായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചിക്കൻ 2 സെറ്റായിട്ടാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ മസാല ഉണ്ടാക്കാൻ നിന്നത്. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് കഷ്ണങ്ങളൊക്കെ നമ്മൾ ഏകദേശം വെന്ത് കഴിഞ്ഞപ്പോൾ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ഒന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് വേവിച്ചെടുത്തു. പിന്നെ ചിക്കൻ അത്യാവശ്യം വെന്തത് കൊണ്ട് കൂടുതലൊന്നും വേവിച്ചിട്ടില്ല. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നേരത്തെ ഊറ്റി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ മുകളിൽ 2 പച്ചമുളകും വെച്ച് ദം ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കത് ചെറിയൊരു ചാർക്കോൾ പീസൊക്കെ കത്തിച്ച് സ്മോക്ക് ചെയ്യിക്കാം. പക്ഷെ ഞാനത് ചെയ്തിട്ടില്ല. കാരണം അതിൻ്റെ ഒരു സ്മെല്ല് ചിലപ്പോൾ അത് കല്ലുവിനൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടായെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു സ്മെല്ല് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ചെയ്യാതിരുന്നത്. അതേ ദമ്മൊക്കെ പൊട്ടിച്ചു. ഇനി അതൊന്ന് മുകളിൽ നിന്ന് കുറച്ച് റൈസ് മാറ്റിയിട്ട് അതൊന്ന് ചിക്കൻ പീസസ് ഒക്കെ അതിലുള്ള അടിയിലുള്ള ചിക്കൻ പീസസ് ഒക്കെ മാറ്റി വെച്ചിട്ട് വീണ്ടും നമ്മൾ മാറ്റി വെച്ച റൈസ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഈ ചിക്കൻ പീസ് എല്ലാം അതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത് വെക്കണം. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ചെറിയ രീതിയിൽ എന്തെങ്കിലും ഡെക്കറേറ്റ് ചെയ്തിട്ട് നമുക്കത് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ദേ നമ്മുടെ മന്തി, ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇനി കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇതേ നമ്മൾ മന്തി സെർവ് ചെയ്തത് കാണാനായിട്ട് നല്ല ഭംഗിയില്ലേ. കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു റെസിപ്പി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.